അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ്, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവെ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം എനിക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ കൊതിയോടുകൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാൻ പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നടുക്ക് നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെയും മാലാഖമാരെയും രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആശീർവദിക്കുന്നു. അവരുടെ യാത്രകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ചെയ്തികൾ, അവരുടെ ഇടപെടലുകൾ, അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ, അവരുടെ ഉദ്യമങ്ങൾ, അവരുടെ ജോലികൾ, അതിൽ വരുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന, നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശുക്രിസ്തു നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some Holy Priesthood. I bless and hallow you. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്രത്താളുകളെയും പൊട്ടി തുറക്കുന്നതാണ്. അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണത്, കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിൽ ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? പരിശുദ്ധാത്മാവിന് ചില സമയത്ത് ശക്തിപ്പെടും, ചില സമയത്ത് നിർവീര്യമാകും,
ചില സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിക്കും. അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോകുന്നത്. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. നമ്മൾ യേശു തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, യേശുവെ അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നിലയെന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ നിലയാണ്. കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഈശോ പറയും, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അങ്ങനെ അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുടെ ഒരു വാതിലങ്ങൾ തുറക്കുകയാണ്. എന്താണ്? എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പം ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതിൽ ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത്. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. പൗലോസ് ചോദിക്കത്തില്ലേ, ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും. അപ്പം അപ്പോസ്തലികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ്. കാലാവസ്ഥകൾ മാറി മറിഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ സാധ്യതയാണ്. യോഹന്നാൻ 16:22. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഈ സന്തോഷത്തിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, സന്തോഷത്തിന് എടുത്തു കളയാൻ വേണ്ടി കുറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ട്. അത് ആ നെഗറ്റീവ് പവേഴ്സിനെ കുറിച്ചാണ് ഈ റോമ 8:35 പറയണത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആരും നിങ്ങൾ എടുത്തു കളയത്ത് പറയുമ്പോഴാണ് ഇതാണ്. ആരും വേർപെടുത്തത്തില്ല, വേർപെടുത്തത്തില്ല. ആര് നിങ്ങളെ വേർപെടുത്തും? ക്ലേശമോ ക്ലേശമാണ് ഒരു ഏജന്റ്. ഇതാണ് ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. റോമ 8:32 വായിച്ചേ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എടുത്തു കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇപ്പൊ എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആപത്ത്, വാള്, ആക്ഷേപങ്ങൾ, ഇതൊക്കെ ഈ സന്തോഷം കളയുന്ന പരിപാടിയാണ്. പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ, ഇതാണ് അപ്പോസ്തലിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റണത്. ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ്. ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം എടുത്തു കളയും. ഒന്നിലെ കാലം എടുത്തു കളയും. കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തു കളയും. ഇപ്പം പട്ടിണി, ആപത്തും വാളും എന്നൊക്കെ പറഞ്ഞാലും പൗലോസ് അഡ്രസ് ചെയ്യാത്തൊരു സംഭവം കാലമാണ്. കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിക്കുകയാണെങ്കിൽ, അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത്. കൃപയുടെ ഉറവിടം എന്താണ്? ഞാൻ കൃപയുടെ അടിയൊഴുക്കെന്ന് പറഞ്ഞില്ലേ, ഉടമ്പടിയുടെ അടിയൊഴുക്ക് അറിയണമെങ്കിൽ കൃപയുടെ ഉറവ അറിയണം. ഉറവ എന്താ? ഉറവയെന്ന് പറയണത് അപ്പായുടെ പ്രസാദമാണ്, ദൈവത്തിൻ്റെ പ്രസാദം. നിങ്ങൾ ഈ പത്രമൊക്കെ കൊണ്ട് നടന്ന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ 0 പ്രസാദത്തിന് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ 100 പത്രമോ അല്ലെങ്കിൽ 20 പത്രമൊക്കെ വാങ്ങിച്ച് കൊടുക്കും. അത് നിങ്ങൾക്കൊരു തൊഴിൽ പോയാൽ, നിങ്ങൾക്കൊരു സാധാരണ ഇവിടുന്ന് ഏൽപ്പിച്ചു വിട്ട് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
ഉടമ്പടി ഫയർ ആകത്തില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വികാരമുണ്ട് ഇത് കൊടുക്കുമ്പോൾ. ഇപ്പോൾ ഈ മഞ്ജൂഷ് ഫിലിപ്പ് സാക്ഷ്യം പറഞ്ഞത് എന്താ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 2 കാര്യം ചെയ്തു. എന്താണ്? എന്നോട് 1 കെട്ട് പത്രം വാങ്ങിക്കാനല്ലേ പറഞ്ഞത്, ഞാൻ 16 കെട്ട് പത്രം വാങ്ങിച്ചു. അങ്ങനെ 3 മാസവും 16 കെട്ട് വീതം മേടിച്ചു. ദാറ്റ് മീൻസ് അറൗണ്ട് 300 പത്രം കിട്ടും. ഈ 300 പത്രം വെച്ച് പുള്ളി 1000 പത്രോടെ വാങ്ങിച്ചു. ഒരു മാസം ഈ ഉടമ്പടി പുതുക്കുന്നതിനുള്ളിൽ 1000 പത്രമാണ് വാങ്ങിച്ചത്. കാര്യം എന്താണ്? ഈ മാസം മുഴുവനും ദൈവം ഉടമ്പടി പരിശുദ്ധ അമ്മയിലൂടെ ഉടമ്പടി ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള പത്രത്തിൽ അതിൻ്റെ 10ാമത്തെ കുറിപ്പിലും അത് തന്നെയാണ് ഉള്ളത്. ഞാൻ എൻ്റെ വിൽപ്പത്രം എഴുതിയപ്പോൾ എൻ്റെ കാലശേഷം കൃപാസനം പത്രം ഏത് പേജിൽ എന്ത് മാറ്റർ വേണമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. കാര്യം എന്താണ്? എങ്ങനെ ഇനി വരുന്ന ആൾക്കാർക്ക് അത് ബോധമില്ലെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇംഗ്ലണ്ടിൽ പോയി കാര്യം എഴുതി വെക്കും ചിലപ്പോൾ. അതോടുകൂടി കർത്താവ് സാധനം മരിച്ചു തുറക്കളയും. അതാ വിഷയം, കാഴ്ചപ്പാടില്ലാത്ത. അതുകൊണ്ട് അതൊരു നിയമമാക്കിയിരിക്കുകയാണ്. എന്താണ്? ഈശോയെ കൈമാറാൻ വേണ്ടിയാണ് കൃപാസനം പത്രം. ഇപ്പം മഞ്ജൂഷ് ഫിലിപ്പിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? മഞ്ജൂഷ് ഫിലിപ്പിന് സംഭവിച്ചിരിക്കുന്നത് അയാൾക്ക് ആ ബോധം കിട്ടി, ഇത് കർത്താവിനെ കൈമാറാൻ വേണ്ടിയുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്ത്? ആരും പറയാതെ അയാൾ 1000 കോപ്പി വാങ്ങിച്ചിട്ട് പ്രാർത്ഥനാപൂർവ്വം എല്ലാവർക്കും കൊണ്ടേ കൊടുത്ത്. ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ അധ്യാപകൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമാണ്. എന്താ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് ചെയ്യണത്. നല്ല നിങ്ങൾ ഇപ്പോഴെന്താ പ്രോബ്ലം? ചില ആൾക്കാർക്ക് ഉടമ്പടി അച്ഛാ അത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരും. അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പണ്ടത്തെ ഈ അമ്മാമ്മമാരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ഉറുപറഞ്ചികൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആലപ്പുഴത്തെ ഒരു ഗ്രാമ്യ ഭാഷയാണ് ഉറുപറഞ്ച്. എന്ന് വെച്ചാൽ ഒന്നും മുതലാകാത്ത ആൾക്കാർ. അവരെപ്പോഴും അവരുടെ വിഷയം മാത്രം ആയില്ലല്ലോ എന്ന് പറഞ്ഞ് മോദം കയറ്റി നടക്കും, കരഞ്ഞു കൂപ്പി നടക്കും. ഒന്നും നടക്കത്തില്ല. നിങ്ങൾ ദൈവത്തെ നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഉടമ്പടി ഉഭയകക്ഷിയാണ്. അത് ദൈവത്തോട് സ്നേഹമുള്ള മനുഷ്യരെ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അവഗണിച്ചുകൊണ്ട് ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പോകാതിരിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും അത് സത്യസന്ധമായിരിക്കാനും വിശ്വസ്തമായിരിക്കാനും വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഈ വിഷയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തോടെ ഉടമ്പടി വിശേഷങ്ങൾ ചെയ്യാൻ, ശുശ്രൂഷകൾ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിച്ചത്? ഉടമ്പടി ചെയ്യുന്നവരെ ദൈവസ്നേഹത്തോടെ ചെയ്യണം. അങ്ങനെ ദൈവസ്നേഹത്തോടെയാണ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, പറഞ്ഞ് എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അതാണ് കൃപയുടെ സ്രോതസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് കൃപ പൊട്ടി ഒഴുകണത്. എന്ത് ചെയ്യണം? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ പറഞ്ഞ് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലെ 12:18 എന്താ പറയണത്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. അപ്പോഴേ എന്നാ സംഭവിക്കും? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഈ ആത്മാവിൻ്റെ പ്രസാദമാണ് ഫയറിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും പറയാം, അപ്പം എനിക്ക് ഇമെയിലിലൊക്കെ കിടപ്പുണ്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നവർ, പിന്നെ വാട്സപ്പിൽ കമൻറ്റ് ചെയ്യും, യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നവർ ഉടമ്പടി ഫയറായെന്ന് തന്നെയാണ് പറയുന്നത്. ഉടമ്പടി ഫയറാകുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനം കൂടിക്കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഉടമ്പടി ഫയറാക്കണം. ഞാനതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കും. പറഞ്ഞ് ഇന്ന് എൻ്റെ ഉടമ്പടി ഫയറാകും. കാരണം ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കും. അമ്മേ പരിശുദ്ധമ്മേ, സ്വർഗീയ അപ്പായുടെ ഹൃദയം പ്രസാദകരമാക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് ഇതിൻ്റെ ഒരു നിഗൂഢത. നമ്പർ 1 എന്താണ്? അപ്പായുടെ മനസ്സ് പ്രസാദാത്മകമാകണം. അതിനെന്ത് ചെയ്യണം? ദൈവസ്നേഹത്തോടെ വേണം
ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും അനുഷ്ഠിക്കാനും ആചരിക്കാനും. ക്ലിയർ അല്ലേ? അല്ല നിങ്ങൾ രാവിലെ ഒരു മെക്കാനിസം, ഒരു യന്ത്രം പോലെ എഴുന്നേറ്റ് ഒരു തിരി കത്തിച്ച് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി നിങ്ങളുടെ ജോലിക്ക് പോയി, അതുപോലെ തന്നെ വൈകുന്നേരം വന്ന് ഒരു തിരി കത്തിച്ച് അപ്പോൾ ഈ വൈകുന്നേരം രാവിലെയും തിരി കത്തിച്ച് ഉള്ള പ്രാർത്ഥന മാത്രമല്ല ഉടമ്പടി. ആ പ്രാർത്ഥന എല്ലാം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും 30% നമുക്ക് റിട്ടേൺസ് വരണത്, ഞാൻ എപ്പോഴും പറയുന്ന. പക്ഷെ ബാക്കി 70% ഉണ്ടല്ലോ, ബാക്കി 70% വരണത് എന്താണ് വരണത്? അതിൻ്റെ അകത്ത് പ്രയോഗങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പം വിശ്വാസമാണല്ലോ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഈ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഈ പ്രകടനം പ്രാർത്ഥനയായിട്ടുണ്ട്, പ്രഖ്യാപനമായിട്ടുണ്ട്, പ്രയോഗമായിട്ടുണ്ട്. ഇതെല്ലാം കത്തിക്കണത് എന്താണ്? ദൈവസ്നേഹമാണ് കത്തിക്കണത്. മനസ്സിലായില്ലേ? ദൈവസ്നേഹമാണ് ഇതിലെ. ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ ഒരു വയറ്, ഇപ്പോൾ വയറിലൂടെ നമ്മുടെ ഒരു ഇൻസുലേറ്റഡ് ആയിട്ട് വയറ്, അതിനകത്തുകൂടി ചെമ്പ് കമ്പി പോകുന്നു. ഇത് ഇങ്ങനെ വയർ ചെയ്തിട്ടത് കൊണ്ട് മാത്രം നമുക്ക് കറണ്ട് കിട്ടുമോ? അത് നിങ്ങൾ പറ. വയറിങ് കഴിഞ്ഞത് കൊണ്ട് കറണ്ട് കിട്ടുമോ? ഇല്ല. അതിൻ്റെ അകത്തുകൂടി ഇലക്ട്രോണിക്സ് പായിക്കണം. ഇലക്ട്രോണിക്സ് അതിൻ്റെ അകത്ത് കൂടി പായിക്കണം, കണക്ഷൻ എടുക്കണം. അപ്പോഴേ ഇതിൻ്റെ അകത്ത് വരുന്ന ആ വയറും, ഇൻസുലേറ്റഡ് ആയ വയറും അതിനകത്തുള്ള ചെമ്പ് കമ്പിയും ഇൻഫ്രാസ്ട്രക്ചറാണ്. എന്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ? ഈ ഇലക്ട്രോണിക്സ് പായിക്കാനുള്ള, ദൈവസ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് വിശ്വാസം വരണത്. വിശ്വാസം ഇപ്പോൾ അവരെല്ലാവരും തൊടുന്നവരെല്ലാവരും അവരെ രക്തസ്രാവക്കാർ പോലും കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിപ്പിൽ തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന വിഷയം ആ വിശ്വാസത്തിൽ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പണ്ട് ലാമ്പ് സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ എൻജിൻ ഓയിൽ വേറെ, പെട്രോൾ വേറെ ഒഴിക്കും ഇല്ലേ? സാധാരണ ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഒഴിക്കണത്. അപ്പോൾ അതുപോലെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ചില വണ്ടികളിൽ ഇത് പ്രത്യേകം ഒഴിക്കത്തില്ല, മിക്സ് ചെയ്ത് ഒഴിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സംഭവം, ഇലക്ട്രിസിറ്റിയുടെ പ്രവാഹം, ഈ പ്രവാഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ദൈവസ്നേഹം പായിച്ചു വിടാനുള്ള, ദൈവത്തിലേക്ക് കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യമായിട്ടാണ് ഈ വയറിങ് പോലുള്ള വിശ്വാസം വരണത്. അപ്പോൾ നിങ്ങൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറയരുത്, ദൈവസ്നേഹമാണ് എല്ലാം. കൈ അടിച്ച് കർത്താവിനോട് ഈ ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, വിശ്വാസമല്ല എല്ലാം, അത് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണ്, വയറിങ് മാത്രമാണ്. അതിൻ്റെ കടയിലുള്ള ചെമ്പ് കമ്പിയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. കണക്ഷനാണത്. വിശ്വാസം കണക്ഷനാണ്. പക്ഷേ വയറിങ് ചെയ്തിട്ടത് കൊണ്ട് ആർക്കും കറണ്ട് കിട്ടത്തില്ല. കറണ്ട് വേറെ വിഷയമാണ്. ഈ വിശ്വാസമുള്ള ആൾക്കാർക്ക് ദൈവസ്നേഹം ഉണ്ടാകണം. നിങ്ങളുടെ വിശ്വാസത്തിന് എന്തുകൊണ്ടാണ് പവർ ചെയ്യാത്തതിൻ്റെ കാരണം വിശ്വാസമുണ്ട്, ദൈവസ്നേഹം ഇല്ല. മനസ്സിലായില്ലേ? ദൈവസ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞു, ടേക്ക് ദ ബേർഡ് ഓഫ് ഗോഡ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതായത് ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം ഉണ്ടോയെന്നറിയാൻ വേണ്ടി കുറേ ഇൻഡിക്കേറ്റർ ലാംപ്സ് ഉണ്ട്. ഒരാൾക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ? പനി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്താ ഉള്ളത്? തെർമോമീറ്റർ അല്ലേ? കക്ഷത്ത് വായില കുത്തി കയറ്റി വെച്ചിട്ട് നഴ്സുമാരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി കുറേ ഇൻഡിക്കേറ്റർ ഉണ്ട്. എന്താ ഇപ്പോൾ കൃപാസനം മാതാവിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ എവിടെയാണെന്ന്, സണ്ണിയുടെ വീട്ടിലാണ് ചെന്നപ്പോൾ അവിടെ കൃപാസനം മാതാവിൻ്റെ സന്ധ്യയ്ക്ക് ഒരു ചെറിയൊരു ചതുരത്തിൽ മാതാവ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ ഒരു പ്ലഗ്ഗാണ്, ആരോ കൊണ്ടുവന്ന് കൊടുത്താണ് ഇവിടെ. അപ്പോൾ തീർന്നെന്ന് തോന്നാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ രാത്രി മാതാവ് ഇരുട്ടത്ത് തെളിഞ്ഞ് നിൽക്കും. എന്നുവെച്ചാൽ അതിൻ്റെ കറണ്ട് ഉണ്ടെന്ന് അറിയാനുള്ള ഇൻഡിക്കേറ്ററാണത്. ഇൻഡിക്കേറ്റർ ഇതുപോലെ ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഇൻഡിക്കേറ്ററുണ്ട്. എന്താ ഇൻഡിക്കേറ്റർ? എൻ്റെ അകത്തുള്ള സൂചന ഇയാൾക്ക് ദൈവസ്നേഹമുണ്ട്. എന്താ സൂചന? ഒന്നാമത്തെ സൂചന, ഇയാൾക്ക് നിത്യതയെക്കുറിച്ചുള്ള ആർഡൻ്റായിട്ടുള്ള ചിന്തകളുണ്ടാവും. അതാണ് ഏറ്റവും കാര്യം. വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ടെമ്പററി ആയിട്ടല്ല സ്നേഹിക്കണത്. ആണോ? അല്ല. നിങ്ങളിപ്പോൾ
നമ്മുടെ എല്ലാ റിലേഷൻസും ടെമ്പററിയാണ്. മക്കളോടുള്ള റിലേഷൻ എന്താ? ടെമ്പററിയാണ്. അമ്മ മരിക്കുമ്പോൾ മക്കൾ കമന്ന് വീണ് നിലവിളിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അടക്കുന്നു, പിന്നെ ഒരു കൊല്ലം കുഴിക്കാൻ പോയി പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ ഒത്താലായി, ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. ആ ചാപ്റ്റർ ക്ലോസ്. ടെമ്പററി റിലേഷനേ ഉള്ളത്. അമ്മയാണെന്ന് പറഞ്ഞാൽ മകളാണെന്ന് പറഞ്ഞാൽ റിലേഷൻ ടെമ്പററിയാണ് കേട്ടോ. ഇത് ഏതാണ്ട് ഭയങ്കര നിത്യ റിലേഷനാണെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയല്ലേ കുഴപ്പം വന്നിരിക്കണേ. ദൈവത്തെക്കാൾ വലിയ റിലേഷനാണ് എൻ്റെ ഭർത്താവുമായിട്ട്. നിങ്ങളാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറയണവരില്ലേ. ഇങ്ങനെ ചുമ്മാ കറങ്ങി അടിച്ച് നടക്കുന്ന കാലത്തൊക്കെ എന്തെല്ലാം പൊട്ടത്തരാണ് മനുഷ്യൻ പറഞ്ഞിരിക്കണേ. ഇതിനെല്ലാം നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരെ വെച്ചാലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങളുടെ ദൈവം അതുപോലെയുള്ള നിങ്ങളുടെ ഭർത്താവിനെ പോലെയുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അപമാനിക്കണതിനേക്കാൾ വലിയ കാര്യമുണ്ടാകും. അപ്പോൾ ഭർത്താവിനെ കയറി ഭാര്യയെ കയറി ദേവി ദേവാന്നൊന്നും വിളിച്ചേക്കരുത്. അവരങ്ങനൊന്നും അല്ല. വേറെ ഉള്ള മനുഷ്യർ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ചാകും, ചിലപ്പോൾ നിങ്ങളെ കഴിഞ്ഞിട്ടായിരിക്കും ചാകണത്. എന്നാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. ആവശ്യമില്ലാത്ത ഞാൻ ഭാര്യ ഭർത്താക്കന്മാരോട് പോലും പറയാറുണ്ട്, അമിതമായിട്ടൊന്നും അങ്ങനെ സ്നേഹിക്കാൻ നിൽക്കേണ്ടെന്ന് പറയും. എന്താ കാര്യം? ഇപ്പം ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരെന്താ ചെയ്യണത്? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ സ്നേഹിച്ച് ഭംഗിയായിട്ട് കുഞ്ഞുങ്ങളെ കൂടി ജീവിക്കാനല്ലേ ഞങ്ങളൊക്കെ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ പറയും, ഒത്തിരി അങ്ങോട്ട് സ്നേഹിക്കേണ്ട കാര്യം ഒരു 70% സ്നേഹം കൊടുത്താൽ മതി. എന്താ കാര്യം? ഈ സാധനം കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് പോകുമ്പോൾ അപ്പോൾ കിടന്ന് നിങ്ങളെ പോയി നിലവിളിച്ചിട്ട് ബോധം കെട്ട് പിന്നിട്ട കാര്യമൊന്നുമില്ല, പോയത് പോയി. അപ്പം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ള ബോധത്തിൽ വേണം ഭർത്താവിനെയും ഭാര്യനെയും സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാനും. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ നിത്യതയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കും. ഇപ്പം മഞ്ജുഷ് സാറ് എന്താ പറയണത്? ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വിനോദങ്ങളും അവസാനിപ്പിച്ചു. എന്താ നമ്മൾ പറയണത്? ഞങ്ങളുടെ റിലേഷൻസ് എല്ലാം അവസാനിപ്പിച്ചു. കുറച്ച് നാൾ ദൈവമായിട്ട് ജീവിക്കാൻ തരും. എന്ത് സത്യസന്ധമായിട്ടാണ് വിഷയം സീരിയസ് ആയിട്ട് ആൾക്കാർ എടുക്കണതേ. നല്ല എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് എല്ലാം ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതെന്താ കാര്യം? അവർക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സംഭവം പക്ക സ്ക്രിപ്ചറലാണ്. തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്താൽ, ഇതിൻ്റെ മാത്തമാറ്റിക്സ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ആകും. ഇതിൽ നമുക്ക് അംബിഗിറ്റി ഒന്നുമില്ല. എന്താണ്? നടക്കുമോ? നടന്നാൽ കൊള്ളാം, നടന്നാലായി, അങ്ങനെ ഒരു സംഭവമില്ല. ഇത് നടന്നില്ല പിന്നെ ഒന്നും നടക്കത്തില്ല. അതാണ് സംഭവം. ഇത് നടന്നില്ലെങ്കിൽ കാര്യം ഒന്നും നടക്കത്തില്ല. അത്ര കണ്ട് പെർഫെക്റ്റ് ഫോർമുലയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്താ പറയണത്? നിങ്ങൾ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് നമ്മുടെ ലക്ഷ്യം. ഗ്രേസ് അല്ല, കൃപ മാത്രമല്ല. കൃപയ്ക്ക് ഉടമ്പടി എടുക്കേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ജീവിക്കുന്നത് അപ്പോൺ ഗ്രേസ് ആണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:16. വായിച്ചോളൂ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒക്കേഷൻ ദൈവ വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മേൽകൃപയുടെ സ്വീകരണമാണ്. അതിനാണ് ഈ ഉടമ്പടിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചന്ദ്രയാൻ പോലെ തന്നെ സമുദ്രയാൻ വരുന്നുണ്ട്. ചന്ദ്രയാൻ പോലെ തന്നെ ഇപ്പോൾ 400 മീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്ററാണ് നമ്മുടെ ടൈറ്റാനിക്കിൽ തിരക്കി പോയത്. എന്നിട്ട് അവർ സമുദ്രത്തിന് മർദ്ദം കൊണ്ട് ആ സമുദ്രയാനം പൊട്ടിപ്പോയി. പക്ഷേ ഇന്ത്യ വിക്ഷേപിക്കാൻ പോണത് 6 കിലോമീറ്റർ താഴെപ്പുള്ള സംഭവമാണ്. 6 കിലോമീറ്റർ സമുദ്രയാൻ പദ്ധതി. ഇപ്പോൾ സൂര്യയാൻ ഇന്നലെ പോയി, ഇനിയിപ്പോൾ സമുദ്രയാൻ വരുന്നു. അപ്പോൾ ഇങ്ങനെ നാട് തിളങ്ങുകയാണ് നമ്മുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്താ കാര്യത്തിൽ ഇന്ത്യക്കാരന് ഒരു അഭിമാനമുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ ചുമ്മാ കച്ചറ ആൾക്കാരല്ല. നമ്മുടെ മുമ്പിൽ സെല്യൂട്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകും. ലോകം കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ ഇതിൻ്റെ ഒരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ആദ്യം നിങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണം. ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കാതെ ഈ ഉടമ്പടി അതിൻ്റെ ഫുള്ളായിട്ട് ഫ്ലഡ്ജിൽ വരത്തില്ല. ഉടമ്പടി ഫെയർ ആകും. അത് നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മേൽകൃപയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അപ്പോൺ ഗ്രേസ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗ്രേസ് കൃപ എന്ന് പറയുന്നത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. 2 കൊറിന്ത്യൻസ് 12:9 എന്താണ്? പവർ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ പവറാണ്. അപ്പോൾ ഈശോ തൻ്റെ പീഡാനുഭവത്തിലൂടെ കുരിശുമരണത്തിലൂടെ
പിതാവിനെ മഹത്വപ്പെടുത്തിയതിലൂടെ പിതാവിൻ്റെ മഹത്വം, ഏകജാതിൻ്റെ മഹത്വം രക്ഷാകര നടപടികളിലൂടെ അത് 10 മടങ്ങായിട്ട് വർദ്ധിക്കപ്പെട്ടപ്പോൾ വലിയൊരു കൃപയുടെ പവർ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടാപ്പ് ചെയ്യണത്. ഇത് ടാപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഓരോ അംശവും ടെക്നിക്കലായിട്ട് നിങ്ങൾ ടെക്നിക്കലായിട്ട് പഠിക്കണമെന്ന് പറയുന്നത്. ആദ്യമേ തുടങ്ങേണ്ടത് തന്നെ ദൈവസ്നേഹത്തിൽ ഓരോ ആഴ്ചയിലും നിങ്ങളൊന്ന് നോക്കണം. ഇൻഡിക്കേറ്ററാണ്. എന്താണ്? നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടെങ്കിൽ എന്താണ് നിത്യതയെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കും. എല്ലാ ദിവസവും നിത്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ല. ചുമ്മാ കാനഡയിൽ പോയി പുട്ടടിച്ചാൽ മാത്രം മതിയെന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. മനസ്സിലായില്ലേ? നിത്യതയെക്കുറിച്ച് ചിന്തയില്ല. IELTS പാസ്സായി കാനഡയിൽ പോയി പുട്ടടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാനഡ, UK, ആസ്ട്രേലിയ എന്ന് പത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 5:42. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. എങ്ങനെയുണ്ട് പരിപാടി? കേട്ടില്ലേ? പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ട്. പറഞ്ഞ നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അതാണ് പ്രശ്നം. എങ്ങാനും അങ്ങനെ ഒരു നോട്ട് പച്ച മഷി ചുവപ്പ് മഷി കിട്ടാൻ നിങ്ങളുടെ ഉടമ്പടി കുളമാവും. ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. കേട്ടില്ലേ? യോഹന്നാൻ 5:42. എന്താ പറയണത്? ഈശോ പറഞ്ഞ വാക്കാ. ഐ നോ യു, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് എന്തില്ല? ആരോഗ്യമില്ല, കണ്ണില്ല, കാഴ്ചയില്ല, മുടന്തില്ല, ആവതില്ല. അതൊക്കെ എന്തെങ്കിലും ഇല്ലെങ്കിൽ കർത്താവ് പരിഹരിക്കും. പക്ഷേ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ തന്നെ പരിഹരിക്കേണ്ട സംഭവമുണ്ട്. എന്താണത്? ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേ. എനിക്ക് നിങ്ങളെ അറിയാം. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. കർത്താവേ, ഞാൻ ഉടമ്പടി 5 പുതുക്കിയതാണ്. അപ്പോൾ കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ അറിയാം. 10 പുതുക്കിയാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. കാരണം നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയെ ഫയറാക്കുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. മക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ that relation is not temporary. പ്രീഡിയോ കാര്യം എന്താണ്? ദൈവം നിത്യതയുടെ ആളാണ്. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ആ ദൈവസ്നേഹമുള്ള വ്യക്തിക്ക് ദൈവത്തോടുള്ള സ്നേഹം ടെമ്പററി ആയിരിക്കത്തില്ല, താൽക്കാലികമല്ല. എന്താ കാര്യം? ദൈവം ഒരു തൽക്കാലം അല്ല. നമ്മളൊക്കെ തൽക്കാലന്മാരാ. ദൈവം തൽക്കാലനല്ല, നിത്യതയായത് കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ നിത്യതയോളം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. കൈയടിച്ച് കർത്താവ് അപ്പൊ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ട്. ദാറ്റ് മീൻസ് നിത്യതയെക്കുറിച്ചുള്ള സ്നേഹമാണ് ഒരു ഇൻഡിക്കേറ്റർ. എന്തിൻ്റെ ഇൻഡിക്കേറ്റർ? നിങ്ങളിൽ ദൈവസ്നേഹം ഉണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ? ദൈവസ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന് രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? സൂചന എന്താണ്? യോഹന്നാൻ 14:15 എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. അപ്പോൾ വചനം പാലിക്കുമെന്ന് അർത്ഥം. വചനം എന്തിനുള്ളതാണ്? പാലിക്കാൻ. അല്ല 3000 പ്രാവശ്യം വചനം എഴുതാനുള്ളതല്ല. എഴുതിക്കോ, പാലിക്കാൻ വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. എഴുതാൻ വേണ്ടി വചനം എഴുതിയിട്ട് കഥയൊന്നുമില്ല. മനസ്സിലായില്ലേ? കാര്യം ഇപ്പം ഇന്നലെ ആ മഞ്ജു സാറിൻ്റെ സാക്ഷ്യം ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഒരു ഉടമ്പടിക്കാലം കൊണ്ട് 90 ദിവസം കൊണ്ട് 15 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് കേൾക്കും. 15 തവണ ഉടമ്പടിക്കാലത്ത് 15 തവണ വചനം വായിച്ച് കേൾക്കും. അപ്പോൾ ഈ ഉടമ്പടി എടുത്തിട്ടുള്ള എത്ര പേര് അച്ഛൻ പറഞ്ഞ പോലെ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വചനം വായിക്കുന്നുണ്ട്? ഉള്ളവരെ കൃത്യമായിട്ട് ഉള്ളവരെ കൈവെക്കാവും. ഒന്ന് കൈവെക്കേ. ഒത്തിരി പേര് കൈവെക്കണില്ല. എന്താ കാര്യം? നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കുന്നില്ല. നിങ്ങൾക്കത് റിസ്ക്കായിട്ട് തോന്നും, ഭാരമായിട്ട് തോന്നണം അല്ലേ? ഭാരം. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വന്നിരിക്കുന്നത്? ഇപ്പം അരമണിക്കൂർ വചനം വായിക്കണം. അത് ഉടമ്പടി നിബന്ധനയുള്ളതാണ്. ഇപ്പം കൈവെക്കാൻ പറഞ്ഞപ്പോൾ ഒരു 20% പേരാണ് അരമണിക്കൂർ വചനം വായിക്കുന്നവരുള്ളത്. ബാക്കി 75% പേര് വായിക്കുന്നില്ല, വചനം വായിക്കണില്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നണം. വചനം വായിക്കുന്നത് ഭാരമാണ്. ഈ ഭാരം എന്തുകൊണ്ടാണ് വരണത്? ഒരു വിഷയം ഭാരമാകണത് എന്തുകൊണ്ടാണ്?
ഇപ്പോൾ എന്നോട് പറയുകയാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു 50 കിലോന് ഇവിടെ വെച്ചേക്കാണ്, എന്നോട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭാരമല്ലേ, അത് എടുക്കാൻ പൊങ്ങത്തില്ല, ഇല്ല അതിനുള്ള ആവത് എനിക്കില്ല. അപ്പം നിങ്ങൾക്ക് അരമണിക്കൂർ വചനം വായിക്കാൻ ആവതില്ലെന്ന് എൻ്റെ അർത്ഥം. ബലമില്ല. ഈ സാറ് ആ സമയത്ത് എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാം, 15 തവണ ഈ സംഭവം വായിച്ചു. എന്താണ്? വചനം വായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഓഡിയോ ഇട്ടിരിക്കുകയാണ് 24 മണിക്കൂറും. വചനത്തിൻ്റെ ഓഡിയോ ഇട്ടിരിക്കുകയാണ് സമ്പൂർണ്ണ ബൈബിളിൻ്റെ. എന്നിട്ട് അപ്പനും മക്കളും എല്ലാം ഇതിൽ ഈ വചനം കേൾക്കുന്ന ഒരു അഭിഷേകത്തിലാണ്. അത് കാരണം അപ്പോൾ ആ വചനത്തോടുള്ള സ്നേഹമാണത് വരണതേ. വചനത്തോടുള്ള സ്നേഹം കൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കരുന്ന്. കുഞ്ഞുങ്ങൾ മൊബൈൽ കുത്തണേ എന്ന് പറഞ്ഞ് അമ്മമാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തലക്കുടിപ്പിക്കും. അച്ഛാ ഇവൻ എപ്പോഴും മൊബൈലിൽ കളിയാണ്. ഈ സാറിൻ്റെ മക്കൾ മൊബൈലിൽ കളിയാണെന്ന്. എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തില്ല അയാൾ എന്ത് ചെയ്ത് കർത്താവിൻ്റെ വചനം കൊണ്ടുവന്ന് വീട്ടിൽ ഓൺ ചെയ്തിട്ട് 24 മണിക്കൂർ രാത്രി കിടന്നുറങ്ങുമ്പോഴും വചനം ഓണായിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഭിഷേകം കിട്ടി, അവരിതൊക്കെ മാറ്റിയിട്ട് വചനം വായിക്കാൻ കേൾക്കാൻ തുടങ്ങി. അതാണ് വിഷയം. ഇതിന് നമുക്കൊരു മിനിമം ദൈവസ്നേഹം വേണം. ഉടമ്പടി ദൈവസ്നേഹത്തിൻ്റെ ഒരു പദ്ധതിയാണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എനിക്ക് ആന്തരിക അഭിഷേകം തരണമേ. ശ്രദ്ധ ദിവ്യകാരുണ്യത്തിന് ഓക്കെ. അപ്പൊ ദൈവസ്നേഹം നമ്മളിലുണ്ടോ എന്നുള്ളതിന്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? പറഞ്ഞു കേട്ടവർ പറഞ്ഞു, ദൈവസ്നേഹം നമുക്കുണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, അല്ലേ? നിത്യതയ്ക്കുള്ള പ്രശ്നം എന്താ അറിയാമോ? നിത്യത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ചില ടെമ്പറാലിറ്റീസ്, ചില ഭൗതികമായ ആനുകൂല്യങ്ങൾ, നമുക്ക് ന്യായമായിട്ട് അവകാശമായിട്ടുള്ള സംഭവങ്ങൾ തന്നില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾ ദൈവസ്നേഹത്താൽ അത് ദൈവത്തിൻ്റെ നാമത്തിന്, കർത്താവിൻ്റെ തിരുമനസ്സിന് നിങ്ങൾ കാഴ്ചവെക്കുന്നു. ഇത് നമ്മൾക്ക് മാറിക്കിട്ടുന്ന സ്ഥലമാണ് നിത്യത. അതിന് ഒക്കെ കുറഞ്ഞ മനസ്സായ ഇപ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ന്യായമായ അവകാശമായുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തരേണ്ടതാണ്. കാരണം നിങ്ങളുടെ കൂട്ടുകാരെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധുക്കൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സഹപ്രവർത്തകർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പം നിങ്ങളോർക്കും ചില മുണ്ണകൾ വിചാരിക്കും ദൈവം ഇല്ലെന്ന് വിചാരിക്കും. പക്ഷേ ബുദ്ധിബോധം ഉള്ളവർ, പരിശുദ്ധാത്മാവ് ഉള്ളവരെന്ന് പറഞ്ഞാലേ പരിശുദ്ധാത്മാവ് എങ്ങനെ ഉണ്ടാകണമെന്ന് അറിയണം ആദ്യം. ആ 14-15 വായിച്ചേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇവിടെയാണ് പ്രശ്നം വേണ്ടത്. കവനന്റും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം അതാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് 14-15. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്യും. ഈ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കാൻ അവനൊരു മറ്റൊരു ആശ്വാസകനെ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യും. അറിഞ്ഞ് സ്നേഹിച്ച